ചരിത്രം കുറിച്ച് ലിയോ 14 പാപ്പ സ്പെയിനിൽ. ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ലിയോ 14 പാപ്പ 6 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി സ്പെയിനിലെത്തി. ലിയോ പാപ്പ ഇറ്റലിക്ക് പുറത്ത് ഒരു യൂറോപ്യൻ യൂണിയൻ രാജ്യത്ത് നടത്തുന്ന ആദ്യത്തെ പ്രധാന സന്ദർശനമാണിത്. കഴിഞ്ഞ 15 വർഷത്തിനിടെ ഒരു പാപ്പ സ്പെയിൻ സന്ദർശിക്കുന്നതും ഇതാദ്യമായാണ്. ജൂൺ 6 ശനിയാഴ്ച മാഡ്രിഡിലെത്തിയ പാപ്പയ്ക്ക് സ്പെയിൻ രാജാവ് ഫിലിപ്പ് 6 ലെറ്റീസിയ രാജ്ഞിയും ചേർന്ന് രാജകീയ സ്വീകരണം നൽകി. തുടർന്ന് നടത്തിയ ചർച്ചയിൽ കുടിയേറ്റം, സാമൂഹിക നീതി, സഭയ്ക്കുള്ളിലെ ലൈംഗിക പീഡനങ്ങൾ എന്നിവ ഈ സന്ദർശനത്തിലെ പ്രധാന വിഷയങ്ങളായി. മാഡ്രിഡ്, ബാഴ്സലോണ, കനേറ ദ്വീപുകൾ എന്നിവിടങ്ങൾ പാപ്പ സന്ദർശനം നടത്തി. ലോകപ്രശസ്തമായ ബാഴ്സലോണയിലെ തിരുക്കുടുംബ ബസിലിക്കയുടെ ഗോപുരം ആശീർവദിച്ച് ലിയോ പാപ്പ. ലോകപ്രശസ്തമായ ബാഴ്സലോണയിലെ സഗ്രഡ ഫാമിലിയ ബസിലിക്കയിലെ യേശുക്രിസ്തുവിന്റെ പേരിൽ സ്ഥാപിക്കപ്പെട്ട മധ്യഗോപുരം ആശീർവദിച്ച് പാപ്പ. ശില്പിയായ ആന്റണി ഗൗഡയുടെ മരണത്തിന്റെ 100ാം വാർഷികമായ ജൂൺ 10 ലിയോ 14 പാപ്പ ദേവാലയത്തിൽ ദിവ്യബലി അർപ്പിച്ചു. സന്ദർശനത്തിനിടെ നൂറ്റാണ്ടുകളായി നിർമ്മാണത്തിലിരിക്കുന്ന ദേവാലയത്തിലെ യേശുക്രിസ്തുവിന്റെ പേരിൽ സ്ഥാപിക്കപ്പെട്ട മധ്യഗോപുരം ആശീർവദിക്കുകയും വാസ്തുശില്പിയായ അന്റോണിയോ ഗൗഡിയുടെ ശവകുടീരം സന്ദർശിക്കുകയും ചെയ്തു. ദൈവവചനത്തിനും ദിവ്യകാരുണ്യത്തിനും ചുറ്റും ആളുകളെ ഒന്നിപ്പിക്കുന്ന ഐക്യത്തിന്റെ അടയാളമായാണ് പാപ്പ ബസിലിക്കയെ വിശേഷിപ്പിച്ചത്. ബസിലിക്കയുടെ തുടർച്ചയായ നിർമ്മാണം ദൈവം നിരന്തരം പൂർത്തിയാക്കുന്ന ഒരു പ്രവൃത്തിയായി ക്രിസ്തീയ ജീവിതത്തെ പ്രതീകപ്പെടുത്തുന്നുവെന്നും തന്റെ പദ്ധതിയിൽ സഹകരിക്കാൻ വിശ്വാസികളെ ക്ഷണിക്കുന്നുവെന്നും പാപ്പ പറഞ്ഞു. നൈജീരിയയിലെ ക്രൈസ്തവ വംശഹത്യയിൽ ഒടുവിൽ ആശങ്ക പ്രകടിപ്പിച്ച് ഐക്യരാഷ്ട്രസഭയും. നൈജീരിയയിലെ ക്രൈസ്തവർ ഉൾപ്പെടെയുള്ള വിഭാഗങ്ങളെ ബാധിക്കുന്ന ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിച്ച് ഐക്യരാഷ്ട്രസഭയും. രാജ്യത്ത് അരങ്ങേറുന്ന കൊലപാതകങ്ങൾ, തട്ടിക്കൊണ്ടുപോകലുകൾ, ലൈംഗിക അതിക്രമങ്ങൾ, നിർബന്ധിത മതപരിവർത്തനം, നിർബന്ധിത വിവാഹം, തിരോധാനം എന്നിവയിൽ ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ ഹൈക്കമ്മീഷണറുടെ ഓഫീസാണ് ആശങ്ക പ്രകടിപ്പിച്ചിരിക്കുന്നത്. ബൊക്കോ ഹറാം, ഇസ്ലാമിക് സ്റ്റേറ്റ് വെസ്റ്റ് ആഫ്രിക്ക പ്രവിശ്യ എന്നിവയുൾപ്പെടെയുള്ള സായുധ തീവ്രവാദ ഗ്രൂപ്പുകൾ വടക്കൻ നൈജീരിയയുടെ ചില ഭാഗങ്ങളിൽ സജീവമായി തുടരുകയാണെന്ന് ജൂൺ 8 UN വിദഗ്ധർ പുറത്തിറക്കിയ പ്രസ്താവനയിൽ സ്ഥിരീകരിച്ചു. ക്രൈസ്തവ ദേവാലയങ്ങളിൽ നിന്നും സ്കൂളുകളിൽ നിന്നും തട്ടിക്കൊണ്ടുപോകൽ, ലൈംഗിക അതിക്രമം, ദീർഘകാല തടവ്, നിർബന്ധിത മതപരിവർത്തനം, നിർബന്ധിത വിവാഹം എന്നിവ ഉൾപ്പെടെയുള്ള ദുരുപയോഗത്തിന്റെ വിവിധ തലങ്ങൾ നൈജീരിയയിൽ ആശങ്ക ജനിപ്പിക്കുന്നുണ്ടെന്ന് UN ചൂണ്ടിക്കാട്ടി. മൊസാംബിക്കിൽ അക്രമികളുടെ വെടിയേറ്റ് ബിഷപ്പ് മരിച്ചു. മബുറ്റോ തെക്കുകിഴക്കൻ ആഫ്രിക്കയിലെ മൊസാംബിക്കിൽ കെലിമാനിലെ ജനപ്രിയനായ കത്തോലിക്ക ബിഷപ്പ് ഒസേറിയോ സിത്തോറ അൽഫോൻസോ അക്രമികളുടെ വെടിയേറ്റ് മരിച്ചു. ജൂൺ 6 ശനിയാഴ്ച പുലർച്ചെയാണ് ബിഷപ്പിനെ നെഞ്ചിൽ വെടിയേറ്റ് മരിച്ച നിലയിൽ വസതിയിലെ ഇടനാഴിയിൽ കണ്ടെത്തിയത്. അക്രമികളെ പിടികൂടാനായിട്ടില്ല. ബിഷപ്പിന്റെ വസതിയുടെ മതില് ചാടിക്കടന്ന് അകത്ത് കയറിയ അക്രമികൾ അലാം പ്രവർത്തനരഹിതമാക്കിയ ശേഷമാണ് കൊല നടത്തിയത്. ഒസോറിയോ അൽഫോൻസയോ ലിയോ പാപ്പ കഴിഞ്ഞ വർഷമാണ് കെലിമാനെ രൂപത ബിഷപ്പായി നിയമിച്ചത്. രൂപതയുടെ അഡ്മിനിസ്ട്രേറ്ററുമായിരുന്നു. മൊസാംബിക്കിലെ തീവ്രവാദ സംഘങ്ങളുടെ അക്രമങ്ങൾക്കെതിരെ അദ്ദേഹം നിരന്തരം ശബ്ദമുയർത്തിയിരുന്നു. ബിഷപ്പ് അൽഫോൻസോയുടെ വിയോഗത്തിൽ പാപ്പ അനുശോചിച്ചു. എഐയുടെ സാധ്യതകളും വെല്ലുവിളികളും ചർച്ച ചെയ്യുന്ന മാഗ്നിഫിക്ക ഹ്യൂമാനിറ്റീസിന്റെ ഇന്ത്യൻ പതിപ്പ് പ്രകാശനം ചെയ്തു. ലിയോ 14 പാപ്പയുടെ പ്രഥമ ചാക്രിക ലേഖനമായ മാഗ്നിഫിക്ക ഹ്യൂമാനിറ്റീസിന്റെ ഇന്ത്യൻ പതിപ്പ് പ്രകാശനം ചെയ്തു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ദ്രുതഗതിയിലുള്ള വളർച്ച ഉയർത്തുന്ന വെല്ലുവിളികളും സാധ്യതകളും ചർച്ച ചെയ്യുന്ന മാഗ്നിഫിക്ക ഹ്യൂമാനിറ്റസ് മെയ് 25 വത്തിക്കാനിൽ പ്രകാശനം ചെയ്തത്. ഇന്ത്യയിലെ ലത്തീൻ കത്തോലിക്ക മെത്രാൻ സമിതിയാണ് ഇന്ത്യൻ പതിപ്പ് പുറത്തിറക്കിയത്. ഡൽഹിയിലെ വത്തിക്കാൻ സ്ഥാനപതി കാര്യാലയത്തിൽ നടന്ന ചടങ്ങിൽ അപ്പോസ്തലിക് നൂൻഷിയർ ഇൻചാർജ് മോൺസിനോർ ആൻഡ്രിയ ഫ്രാൻസിയ, CCBI ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ റവറൻ ഡോക്ടർ സ്റ്റീഫൻ ആലത്തറയ്ക്ക് ആദ്യ പ്രതി നൽകി പ്രകാശനം നിർവഹിച്ചു.
കാരോലിൻ ബുസൂട്ടി, സിസ്റ്റർ റീമ മാർട്ടിൻ എന്നിവരും സന്നിഹിതരായിരുന്നു. യുവാക്കൾ സാമൂഹിക പ്രതിബദ്ധതയോടെ പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങൾ നടത്തണം. MR ബൈജു. സാമൂഹിക പ്രതിബദ്ധതയോടെ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടേണ്ടത് യുവജനങ്ങളുടെ കടമയെന്ന് കാട്ടാക്കട നിയോജക മണ്ഡലം MLA ശ്രീ MR ബൈജു. KCYM സംസ്ഥാന സമിതിയുടെ നേതൃത്വത്തിൽ വെള്ളറട കർമ്മലമാത കുരിശുമലയിൽ നടത്തപ്പെട്ട പരിസ്ഥിതി ദിനാചരണം ഭൂമിക ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. KCYM സംസ്ഥാന പ്രസിഡന്റ് ഷിബിൻ ഷാജി അധ്യക്ഷത വഹിച്ച പരിസ്ഥിതി ദിന സമ്മേളനത്തിന് മലങ്കര കത്തോലിക്ക സഭയുടെ കൂരിയ മെത്രാൻ മോസ്റ്റ് റെവറൻഡ് ഡോക്ടർ ആന്റണി മാർ സിൽവാനോസ് മുഖ്യാതിഥി ആയിരുന്നു. പ്രകൃതിയെ നശിപ്പിക്കുന്ന രീതിയിൽ ഞാൻ ചെയ്യുന്ന ഏതൊരു തെറ്റും ഒരു തലമുറയോട് ചെയ്യുന്ന, ഈ നാടിനോട് ചെയ്യുന്ന, മനുഷ്യവംശത്തോട് ചെയ്യുന്ന പാപമാണ്. യുവജനങ്ങൾ പ്രകൃതിയുടെ കാവൽക്കാർ എന്ന ആശയത്തെ മുൻനിർത്തി സംഘടിപ്പിച്ച സമ്മേളനത്തിൽ KCBC മീഡിയ കമ്മീഷൻ സെക്രട്ടറി റെവറൻഡ് ഫാദർ സെബാസ്റ്റ്യൻ മിൽട്ടൺ കളപ്പുരക്കൽ വിഷയാവതരണം നടത്തി. KCYM സംസ്ഥാന ജനറൽ സെക്രട്ടറി കാസി പൂപ്പന, ഡയറക്ടർ ഫാദർ ഡിറ്റോ കൂള, സമിതി അംഗങ്ങളായ സെഞ്ചു ജേക്കബ്, പ്രിൻസി പീറ്റർ, ജെൻസൺ ആൽബി, ജോയൽ ജോൺ റോയ്, ധന്യ മോഹൻരാജ്, കുരിശുമല റെക്ടർ ഫാദർ വിൻസെന്റ് K. പീറ്റർ, KCYM നെയ്യാറ്റിൻകര രൂപത അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ജിബിൻ രാജ്, പ്രസിഡന്റ് അരുൺ രാജ് CS, ജോജി ടെന്നിസൺ തുടങ്ങിയവർ സംസാരിച്ചു.